ഒരു കാലത്ത് UDF പക്ഷത്തു നിന്ന് ശബ്ദമുയർത്തിയ പ്രധാനപ്പെട്ട നേതാവായിരുന്നു PC ജോർജ്. അദ്ദേഹം പിന്നീട് പല രാഷ്ട്രീയ നീക്കങ്ങളും നടത്തുന്നു. സ്വന്തമായി പാർട്ടി രൂപീകരിച്ചു. ആ പാർട്ടി പിന്നീട് BJP-യിലേക്ക് ലയിപ്പിച്ചിപ്പോൾ BJP-യുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുൻനിര നേതാവായി മാറിയിരിക്കുന്നു. അപ്പോൾ മുതൽ അദ്ദേഹത്തിന് ന്യൂനപക്ഷത്തോട് വല്ലാത്ത ഒരു എതിർപ്പാണ്. ന്യൂനപക്ഷങ്ങൾക്കെതിരായി വല്ലാത്തൊരു വിമർശനം ഉയർത്തുന്ന സ്വഭാവ രീതി അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പലയിടങ്ങളിലും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ മതവിദ്വേഷം ഉയർത്തുന്ന തരത്തിലാണ്. കോടതിയും അത് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ പറയാൻ പാടില്ലാത്തതായിട്ടുള്ള വിദ്വേഷം നിറയ്ക്കുന്ന വാക്കുകളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്ന് പലരും നിയമരീതിയും ഒക്കെ ചൂണ്ടിക്കാട്ടി. ഇപ്പോഴും അദ്ദേഹം അത് നിർത്തിയിട്ടില്ല എന്ന് തന്നെ വിശ്വസിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ വിഷയം അതല്ല. പ്രതിപക്ഷ നേതാവ് VD സതീഷിനെതിരായ ഒരു രൂക്ഷമായ ആരോപണമാണ് ഇപ്പോൾ അദ്ദേഹം സ്വന്തം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കുറിച്ചിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് പ്രീണന കുമാരനാണെന്നും കേരളത്തിലെ പ്രീണന രാഷ്ട്രീയം സർവ്വസീമകളും കടന്ന പാരമ്യത്തിലെത്തിയത് സതീശൻ UDF-ന്റെ നേതൃനിരയിൽ എത്തിയതിന് ശേഷമാണെന്നുമാണ് ജോർജിന്റെ ആരോപണം. ഹമാസ് വിഷയത്തിൽ മതമൗലികവാദികൾ നടത്തിയ റാലികളും സമ്മേളനങ്ങളും ഉദ്ഘാടനം ചെയ്തത് സതീശനാണ്. മുനമ്പം വിഷയത്തിൽ ഇരകളുടെ അടുത്ത് വന്ന വഖഫ് ഭൂമി അല്ല എന്ന് പറഞ്ഞ സതീശൻ തിരുവനന്തപുരത്തെത്തിയപ്പോൾ നിയമസഭയിൽ നിലപാട് മാറ്റി വഖഫ് ബില്ലിനെതിരെ വേട്ടക്കാരോടൊപ്പം കൂടിയെന്നും തുടങ്ങി അധിക്ഷേപങ്ങളുടെ നീണ്ട നിരയാണ് ഫേസ്ബുക്ക് കുറിപ്പിൽ ഉള്ളത്. എന്നാൽ ജോർജിനെ UDF-ൽ എടുക്കാത്തതിൻ്റെ ചുരുക്കാണ് ഇപ്പോഴുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് എന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്. നാക്കിന് എല്ലില്ലെന്ന് പറഞ്ഞ് എന്തും പറയാമെന്ന് കരുതരുത്. ജോർജിൻ്റെ ഇത്തരം വാദങ്ങളെ ജനം തള്ളിക്കളയുമെന്നും കോൺഗ്രസ് പ്രവർത്തകർ എടുത്തു പറയുന്നുണ്ട്. കടുത്ത പ്രതിഷേധമാണ് കമന്റ് ബോക്സിലും ജോർജിനെതിരെ ഉയരുന്നത്. മുൻപ് ജോർജ് UDF-ൽ തിരികെ കയറാൻ ശ്രമിച്ചപ്പോഴൊക്കെ എതിർത്ത് നേതാക്കളിൽ മുൻനിരയിൽ ഉണ്ടായിരുന്നത് ഇതേ VD സതീശൻ തന്നെയായിരുന്നു. ഇതിൻ്റെ പ്രതികാരമാണ് ഇപ്പോഴുള്ള ഈ ആരോപണമെന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്. ചാനൽ ചർച്ചയിലെ വിദ്വേഷ പരാമർശത്തിൽ റിമാൻഡിലായ ജോർജ് ജാമ്യം കിട്ടിയ ശേഷം നിരന്തരം വിവാദ പ്രസ്താവനകളാണ് നടത്തുന്നത്. മീനച്ചിൽ താലൂക്കിൽ മാത്രം 400 ക്രിസ്ത്യൻ പെൺകുട്ടികളെ ലവ് ജിഹാദിലൂടെ നഷ്ടപ്പെട്ടുവെന്ന് ജോർജ് ആരോപിച്ചിരുന്നു. വീണ്ടും വിദ്വേഷ പരാമർശങ്ങൾ നടത്തി ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ച ജോർജിനെതിരെ നടപടി വേണമെന്ന ആവശ്യം ഉയരുന്നതിനിടെയാണ് പ്രതിപക്ഷ നേതാവിനെതിരെയും അധിക്ഷേപവുമായി PC ജോർജ് രംഗത്ത് വന്നത്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: പ്രീണനകുമാരൻ കേരളത്തിലെ പ്രീണന രാഷ്ട്രീയ സർവ്വസീമകളും കടന്ന പാരമ്യത്തിലെത്തിയത് സതീശൻ UDF-ന്റെ നേതൃനിരയിൽ എത്തിയതിനു ശേഷമാണ്. നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ചും ലവ് ജിഹാദിനെ കുറിച്ചും മയക്കുമരുന്ന് വ്യാപനത്തിനെ കുറിച്ചും പള്ളിയിൽ വിശ്വാസികളോട് സംസാരിച്ചതിൻ്റെ പേരിൽ കല്ലറങ്ങാട് പിതാവിനെ അറസ്റ്റ് ചെയ്യണമെന്ന് ആക്രോശിച്ചത് ഇയാളായിരുന്നു. ആരെയെ സന്തോഷിപ്പിക്കാനായിരുന്നു അത്? ലീഗിനെയോ അതോ പോപ്പുലർ ഫ്രണ്ടിനെയോ? അതേപോലെ ഹമാസ് വിഷയത്തിൽ മതമൗലികവാദികൾ നടത്തിയ റാലികളും സമ്മേളനങ്ങളും ഉദ്ഘാടനം ചെയ്തത് ഇതേ സതീശൻ. മുൻപം വിഷയത്തിൽ മുനമ്പത്ത് ഇരകളുടെ അടുത്തു വന്ന വഖഫ് ഭൂമി അല്ല എന്ന് പറഞ്ഞ സതീശൻ തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ നിയമസഭയിൽ നിലപാട് മാറ്റി വഖഫ് ബില്ലിനെതിരെ വേട്ടക്കാരോടൊപ്പം കൂടി. കുഞ്ഞാലിക്കുട്ടി കണ്ണൂരെത്തിയപ്പോൾ വഖഫ് എന്ന വാക്ക് പോലും ടിയാൻ ഉച്ചരിച്ചിട്ടില്ല. മതമൗലികവാദികൾ ഇരിക്കാൻ പറയുമ്പോൾ മുട്ടിലിടയുന്ന നിലയിലേക്ക് സതീശൻ അതപ്പതിച്ചിരിക്കുന്നു. ഒരു വിഭാഗം മാത്രമല്ല, ന്യൂനപക്ഷം എന്ന ചിന്ത കൂടി വേണം. ഇങ്ങനെയുള്ളവർ നയിക്കുന്ന ഒരു മുന്നണിക്ക് എന്തു വിശ്വസിച്ചാണ് മറ്റു സമുദായ അംഗങ്ങൾ വോട്ട് ചെയ്യുന്നത്? പാലാ ബിഷപ്പ് ഒരിക്കൽ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് ഇന്ന് കാലം തെളിയിച്ചിരിക്കുന്നു. അദ്ദേഹത്തെ അതിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ ക്രൂശിച്ച സതീശൻ ഇന്ന് മാപ്പ് പറയാൻ തയ്യാറാവണം എന്ന് PC ജോർജ് ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതി അവസാനിപ്പിക്കുന്നു. വല്ലാതെ ക്രൈസ്തവ രംഗത്തുള്ളവരെ ചേർത്ത് നിർത്തുവാൻ വേണ്ടി പെടാപ്പാട് പിടിക്കുന്ന PC ജോർജിനെ തള്ളിക്കളയണമെന്ന് തന്നെയാണ് കോൺഗ്രസിലെ അണികളും പ്രവർത്തകരും നേതാക്കന്മാരും ആവശ്യപ്പെടുന്നത്. PC ജോർജിൻ്റെ വാക്കിന് പഴയ ചാക്കിൻ്റെ പോലും വില നൽകണ്ട എന്നാണ് കോൺഗ്രസ്സുകാർ പറയുന്നത്.